ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് സിംബാബ്വേയിലെ വളരെ മനോഹരമായ സ്ഥലങ്ങളിലൊന്നായ ന്യാങ്കയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് കാണുന്ന മലകളും പച്ചപ്പും ഒക്കെ വളരെ മനോഹരമാണ് കേട്ടോ. ഓരോ കിലോമീറ്റർ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും പ്രകൃതിയുടെ സൗന്ദര്യം കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. അങ്ങനെ ഞങ്ങൾ ന്യാങ്കയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെയുള്ള കാറ്റ് തന്നെ വളരെ ഫ്രഷാണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷം കൂടിയാണ് ന്യാങ്ക. ഇവിടെയുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ പേര് ത്രോട്ട്ബാക്ക് റിസോർട്ട് എന്നാണ്. ഇത് ശരിക്കും 1940കളിൽ നിർമ്മിച്ച ഒരു റിസോർട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒത്തിരി വലിയ പഴക്കമുള്ളൊരു റിസോർട്ട് കൂടിയാണിത്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉള്ള ഫസ്റ്റ് വ്യൂ ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇതൊരു ലേക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് കണ്ട ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ഈ ഒരു പൂ പിടിക്കുന്ന ഒരു ട്രീ. ഇത് എന്ത് മരമാണെന്നൊന്നും അറിയത്തില്ല. ഇതിൻ്റെ പൂവിന് നല്ല മണം ഉണ്ടായിരുന്നു. അറിയുന്നുള്ളവർ ഇതെന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്കിത് റോസയാണെന്ന് തോന്നും, പക്ഷേ ഇത് റോസയല്ല. ഒരു നല്ല ഭംഗിയുള്ളൊരു ചെടിയായിരുന്നു കേട്ടോ. അതിൻ്റെ പേര് അറിയുന്നുള്ളവർ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റിസോർട്ടിനുള്ളിലേക്ക് പോവുകയാണ്. നമുക്ക് അവിടെ ചെന്ന് റൂമൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷം വേണം ഉള്ളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി കേട്ടോ. ഇനി റൂമിന് പുറത്തേക്കുള്ള വ്യൂ കാണിച്ചു തരാം. ശരിക്കും ഒരു സ്വിറ്റ്സർലാൻഡ് വൈബൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. നമുക്ക് അത്രയും ഒരു ശാന്തമായ അന്തരീക്ഷവും മനോഹരമായിട്ടുള്ള വ്യൂസും ഒക്കെ കാരണം ഇവിടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹോളിഡേ സ്പോട്ട് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ നമ്മുടെ വെക്കേഷൻ ടൈമിലൊക്കെ ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്യാനും ചെറിയൊരു വോക്ക് എടുക്കാനും ഒക്കെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലേസാണ് കേട്ടോ ഇത്. നാച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഒരു ഹെവനായിട്ട് തോന്നും. അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ കാണാനായിട്ട്. അതുപോലെ തന്നെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള പ്ലേ ഏരിയയും അതുപോലെ ബാഡ്മിൻ്റൺ കോർട്ട് ഏരിയയൊക്കെ ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ് എന്തെന്നാൽ നിങ്ങൾക്ക് എവിടെ നിന്നാലും ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കിട്ടുന്നത് കേട്ടോ. നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഒത്തിരി സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്.
അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് കേട്ടോ. ഞങ്ങൾ നടന്ന് എല്ലാവരും ഒത്തിരി കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് നടന്ന് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ 1-2 ദിവസം ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്തൊക്കെ നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്ന് കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ നിന്നെല്ലാം കണ്ടു തീർക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത് ഇവിടുത്തെ വേൾഡ്സ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ന്യാങ്കയിലെ ഏറ്റവും പ്രശസ്തമായ വ്യൂ പോയിന്റുകളിലൊന്നാണ് ഇവിടുത്തെ വേൾഡ്സ് വ്യൂ. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ വേൾഡ്സ് വ്യൂവിലെത്തിയിരിക്കുകയാണ് കേട്ടോ. പ്രകൃതിയുടെ വിസ്മയങ്ങൾ തേടി യാത്ര ചെയ്യുന്നവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരിടമാണ് കേട്ടോ ഇത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2248 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഇത്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ താഴെ 600 മീറ്ററോളം താഴ്ചയിൽ വിശാലമായ സമതലങ്ങളുടെ ഒരു കാഴ്ച തന്നെ കാണാൻ പറ്റും കേട്ടോ. അതായത് ഒത്തിരി ദൂരെയുള്ള നഗരങ്ങളും കാടുകളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാനാകും. അപ്പോൾ ഇവിടെയായിട്ടൊരു ടോപ്പോസ്കോപ്പ് ഉണ്ട് കേട്ടോ. ഇതൊരു സർക്കുലർ സ്റ്റോൺ സ്ട്രക്ചറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് ഓരോ പ്ലേസിൻ്റെയും നെയിമുകളും അതിലുള്ള ഡയറക്ഷൻസും ഡിസ്റ്റൻസും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സി യു.